ഹലോ എല്ലാവർക്കും സുഖമാണോ? എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനാണെങ്കിലേ എന്നും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം അതിൽ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. അത് റെസിപ്പി ആയിക്കോട്ടെ, എന്തെങ്കിലും ടിപ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എടുത്തിട്ടും നമുക്കാണെങ്കിൽ ആ ഒരു വിചാരിക്കുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാതിരിക്കുമ്പം ചെറിയൊരു വിഷമാവും. എന്നാലും സാരമില്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പം എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കില്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് പഴയ കാലത്തേക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. അതായത് നമ്മുടെ പനംകുറുക്കും താളുകറി എന്ന് പറഞ്ഞൊരു കഥ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സ്കൂൾ പഠിക്കുന്ന സമയത്താണ്. അപ്പം കർക്കിടകത്തിൻ്റെ ആ ഒരു ദാരിദ്ര്യവും കഷ്ടപ്പാടും അതിൽ ജീവിക്കാൻ പെടുന്ന കുറേ സത്യസന്ധരായ മനുഷ്യർ, അതൊക്കെയാണ് കേട്ടോ ആ ഒരു കഥയിൽ. അത് ഞാൻ എത്ര പ്രാവശ്യം വായിച്ചു എന്ന് ഇപ്പോൾ പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം അത്രയും ഹൃദയസ്പർശിയായിരുന്നു കഥ. ആ ഒരു കർക്കിടകത്തിൻ്റെ പട്ടിണി കാലത്ത് ഒരു കുടുംബത്തിലുള്ള ജീവിക്കാൻ പാടുപെടുന്ന പാവപ്പെട്ടൊരു മോൻ്റെ കഥയാണ്. അപ്പോൾ അവൻ സ്കൂൾ വിട്ട് വരുമ്പം അവൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ച പനംകുറുക്കും താളുകറിയും എത്ര രുചിയോടെയാണ് അവൻ ആ കഥയിൽ കഴിക്കുന്നതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിതിവിടെ പറയാൻ കാരണം ഞാനൊരു താളുകറി ഉണ്ടാക്കാൻ പോവുകയാണേ. താളുകറി എന്ന് പറഞ്ഞത് എല്ലാവർക്കും തിരിയോന്നൊന്നും അറിയില്ല. ഇത് കാട്ടുചേമ്പാന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ. അപ്പം ഞാനിവിടെ ഇതിൻ്റെ തണ്ടാണ് എടുക്കുന്നത്. എനിക്കങ്ങനെ എല്ലാ ഐറ്റംസൊന്നും എല്ലാ സാധനങ്ങളും ഞാനങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ പണ്ട് പൊതുവേ ഫുഡ് കഴിക്കൽ കുറവായിരുന്നു. അപ്പോൾ അമ്മ കർക്കിടക മാസമൊക്കെ ആകുമ്പം പറമ്പ് നിറയെ ഇത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അമ്മ ഇതൊക്കെ പറിച്ച് കുറച്ച് എനിക്ക് വേണ്ടി താളിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുമായിരുന്നേ. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് താളുകറിയാന്ന് പറയുമ്പോൾ അത്രയും സന്തോഷത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതുപോലെ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കർക്കിടകത്തിലും ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ വെക്കാറുണ്ട്. പക്ഷേ ഇവിടെയൊന്നും ഞാൻ മാരേജ് കഴിഞ്ഞ് വന്ന സമയത്ത് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഇതിനിങ്ങനെ ഒരു നാരുണ്ടാവും. ആ നാര് ഇവർ കപ്പയിലൊക്കെ ഇട്ട് പുഴുങ്ങും. അത് എനിക്കൊരു പുതിയ അറിവാണ്, ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. പക്ഷേ ഇതിൻ്റെ തണ്ട് കറി വെക്കുന്നത് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഭയങ്കര സംശയമായിരുന്നു കേട്ടോ, ഇത് ചൊറിയോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ വെക്കേണ്ട പോലെ വെച്ചാൽ ചൊറിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പറമ്പിൽ നിന്ന് ഇതെല്ലാം കൂടെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് അച്ഛൻ നട്ട ചേമ്പും ഉണ്ട് കേട്ടോ. ഇവിടെ പലതരം ചേമ്പുകളുണ്ട്. അതിൻ്റെ തണ്ടെങ്ങാനും ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നെ ഓടിക്കും കേട്ടോ ഇവിടുന്ന്. അപ്പോൾ അതാണെങ്കിൽ വിത്ത് ഉണ്ടാകുന്ന ചേമ്പാണ്, നമ്മൾ കഴിക്കുന്ന ചേമ്പ്. പിന്നെ ഇതിനൊക്കെ ഓരോ പേരുണ്ട്, ഓരോ സ്ഥലത്ത് ഓരോരോ പേരുകളല്ലേ. അപ്പം ഞാനാണെങ്കിൽ വേഗം ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിരുന്നേ. ഇത് നീര് കയ്യിൽ ഉറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ഇലയൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ എടുത്തതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ കഴുകിയിട്ട് ഇത് വേവിക്കാൻ വെക്കാം. വേവിക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കണം, കാരണം ഒറ്റ തീയിൽ തന്നെ കത്തണം. തീ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ചൊറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ കുറച്ച് വാളംപുളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാനിത്, പുളി വെള്ളമാണ്, എല്ലാം കൂടെ ഇട്ടിട്ട് ഒറ്റ തിളയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഉണക്കമുളക്, കടുക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് താളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിലേക്ക് പിന്നെ ഇനി നമുക്കൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് ചോറും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതും കൂട്ടി കഴിക്കാം കേട്ടോ.